തൃശൂർ കുന്നംകുളം റോഡിന്റെ ശോചനീയ അവസ്ഥയ്ക്കെതിരെ സമരവുമായി ഡിവൈഎഫ്ഐ. പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച PWD ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കും. 5 മാസത്തിലേറെയായി സഞ്ചാരയോഗ്യമല്ലാതായ തൃശൂർ കുറ്റിപ്പുറം പാതയുടെ അറ്റകുറ്റപ്പണി നടത്താൻ പണം അനുവദിച്ചിട്ടും നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ ജനവിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ സമരത്തിനിറങ്ങുന്നത്. ആം ആദ്മി പാർട്ടി, BJP, SDPI, കോൺഗ്രസ് എന്നീ രാഷ്ട്രീയ പാർട്ടികൾ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിയിരുന്നു. എന്നാൽ ഇടതടവില്ലാതെ സമര പരമ്പരകൾ അരങ്ങേറിയിട്ടും പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥ പ്രമാണികൾ ചെറുവിരലനക്കാൻ തയ്യാറാകാതിരുന്നതാണ് ഈ വഴിയിലൂടെയുള്ള യാത്ര ദുരിതമായി മാറിയതിന് കാരണം. സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാൻ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള ബോധപൂർവമായ ശ്രമമാണോ നിർമ്മാണ പ്രവൃത്തി വൈകിപ്പിക്കുന്നതിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി KA സൈഫുദ്ദീൻ പറഞ്ഞു. സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരരംഗത്തിറങ്ങുന്നതെന്നും സൈഫുദ്ദീൻ വ്യക്തമാക്കി. അറ്റകുറ്റപ്പണിക്ക് വേണ്ട ഫണ്ട് മാസങ്ങൾക്ക് മുമ്പേ പാസ്സാക്കിയിട്ടും അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുന്നതും പൂർത്തീകരിക്കാതിരിക്കുന്നതും ഇടതുപക്ഷ സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കുന്നതിനു വേണ്ടി ഈ അറ്റകുറ്റപ്പണികൾ വൈകിപ്പിക്കുന്നത് മനഃപൂർവ്വമാണെന്നും അതിൽ ചില ഉദ്യോഗസ്ഥർക്ക് നല്ല പങ്കുണ്ടെന്നും ഡിവൈഎഫ്ഐ സംശയിക്കുന്നുണ്ട്. അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തീകരിക്കണമെന്നും വേണ്ട ഇടപെടൽ അടിയന്തരമായി നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് PWD ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ മാസം 11 കാലത്ത് 10 മണിക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ഈ പ്രതിഷേധ മാർച്ച് ഡിവൈഎഫ്ഐയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് സഖാവ് RL ശ്രീലാൽ ഉദ്ഘാടനം ചെയ്യും. പ്രതിഷേധ മാർച്ചിന് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും ബഹുജനങ്ങളുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാകണമെന്നും സഹകരണം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ചൂണ്ടൽ മുതൽ തൂവാനൂർ വരെയുള്ള ഭാഗത്തെ കുഴികൾ അടച്ചുവെങ്കിലും മഴുവഞ്ചേരി വരെയുള്ള ഭാഗത്തും കൈപ്രമ്പ് പഞ്ചായത്ത് പരിധിയിലും വലിയ കുഴികൾ ശാപമായി തുടരുകയാണ്. റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കാൻ സർക്കാർ 59 ലക്ഷം രൂപ അനുവദിച്ചിട്ടും പ്രവൃത്തി പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കാതെ വന്നതോടെയാണ് ഗത്യന്തരമില്ലാതെ സർക്കാരിനെതിരെ ഡിവൈഎഫ്ഐ സമരരംഗത്തേക്കിറങ്ങുന്നത്. CCTV ന്യൂസ്, കേച്ചേരി.